ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഈ ഒരു ടോപ്പിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അത്. ഞാനിതൊരു 2.5 മീറ്റർ ഫാബ്രിക്കിലാണ് ചെയ്യുന്നത്. 2 ടോപ്പായിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്. ഫസ്റ്റത്തെയാണ് ഇത്. അപ്പോൾ യോക്ക് പോർഷനാണ് ആദ്യം കട്ട് ചെയ്യുന്നത്. നമ്മൾ നോർമൽ ചെയ്യുന്ന പോലെ ഷോൾഡറും ചെസ്റ്റും വേസ്റ്റൊക്കെ മാർക്ക് ചെയ്തിട്ട് അംഹോളൊക്കെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് താഴേന്ന് വേസ്റ്റിൻ്റെ അവിടെ നിന്ന് മുകളിലേക്ക് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒന്ന് ഇതുപോലെ ക്രോസ് ആയിട്ട് മാർക്ക് ചെയ്ത് ആ ഒരു ആലിയ കട്ടിൻ്റെ ഷേപ്പാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. കട്ടിങ്ങിൻ്റെ വീഡിയോ ഡീറ്റെയിൽഡ് ആയിട്ടില്ല, ഉള്ള ഇത് വെച്ചിട്ട് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും നമ്മൾ ഈ ഒരു സെയിം ആലിയ കട്ട് മോഡൽ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പീസാണ് കേട്ടോ ഇപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി താഴേക്ക് നമുക്കതിന് ഫ്രില്ല് വെക്കാൻ വേണ്ടിയിട്ട് ഒരു 15 ഇഞ്ചിൽ ഇതുപോലെ 4ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ സ്ലീവിൻ്റെ കട്ടിങ് കാണിക്കുന്നില്ല കേട്ടോ. കുറച്ച് പ്ലീറ്റ്സ് വരുന്ന പോലത്തെ ഒരു സ്ലീവാണ് ചെയ്തിട്ടുള്ളത്. കട്ടിങ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലെ 2 പീസായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനും നമുക്ക് ആ ഒരു സ്ലോപ്പ് കൊടുക്കണം. അങ്ങനെയാണെങ്കിലാണ് ഫ്രിൽസ് ഇട്ട് വരുമ്പോൾ ശരിയാവുള്ളൂ. അപ്പോൾ ഞാൻ അതും കൂടി ഒന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്ലോപ്പ് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യോക്ക് പോർഷൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ആ ഒരു സ്ലോപ്പ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. ഓപ്പൺ വരുന്ന സൈഡിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഈ ഒരു സ്ലോപ്പ് മാർക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് അവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് ആ ഒരു സെൻറ്ററിലേക്ക് ഇതുപോലെ വരുന്ന രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. സെൻറ്ററിൽ നിന്ന് രണ്ട് സൈഡിലേക്കാണ് സ്ലോപ്പ് വരിക. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. കണ്ടോ, ഇതുപോലെ 2 സൈഡിലേക്കും സ്ലോപ്പ് വരും. നമുക്ക് സെൻറ്ററിൽ കറക്റ്റ് ആ ഒരു മെഷർമെൻറ്റ് തന്നെ. ഇനി ഇങ്ങനെ പ്ലീറ്റ്സ് കുഞ്ഞായിട്ട് പ്ലീറ്റ്സ് ഇട്ടിട്ട് നമുക്കതിനെ രണ്ടിനെയും തമ്മിലൊന്ന് ജോയിൻ ചെയ്തെടുക്കണം. അങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. ഇത് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോർഷനായിരുന്നു. പക്ഷേ ഇത് മുഴുവനായിട്ട് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇതിലാണ് സ്ലീവ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ഞാൻ സ്റ്റിച്ചിങ്ങിൻ്റെ ഭാഗം കാണിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ യോക്ക് പോർഷൻ, കണ്ടോ. ഇനി ഇതിനെ നമുക്ക് നെക്ക് കട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നെക്ക് കട്ട് ചെയ്യണം. ഫ്രണ്ടിലൊരു വി നെക്കും ബാക്കിലൊരു റൗണ്ട് നെക്കും ആണ് കൊടുക്കുന്നത്. അപ്പോൾ വി നെക്കിനുള്ള മെഷർമെൻറ്റാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. 3.5 ഇഞ്ച് നെക്ക് വിഡ്ത്തും 5 ഇഞ്ചാണ് ഞാൻ താഴേക്ക് നെക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് കട്ട് ചെയ്തെടുത്തു. അപ്പോൾ എനിക്ക് കുറച്ച് കയറി നിൽക്കുന്ന പോലെ തോന്നിയതുകൊണ്ട് ഒരു ഇഞ്ചും കൂടി താഴേക്ക് ആക്കിയിട്ട് 6 ഇഞ്ച് ലെങ്ത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് വി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ 5 ഇഞ്ചിൽ കട്ട് ചെയ്തതാണ്. നിവർത്തി വെച്ച് നോക്കിയപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഇറക്കാമെന്ന് തോന്നിയപ്പോൾ 1 ഇഞ്ചും കൂടി ഇറക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ബാക്ക് പോർഷനിൽ റൗണ്ട് നെക്കാണ് കൊടുക്കുന്നത്. ഇതേ സെയിം 3.5 ഇഞ്ച് നെക്ക് വിഡ്ത്ത് കൊടുക്കുക. ഒരു 4 ഇഞ്ച് വരെ നമുക്ക് ഇറക്കി കൊടുക്കാവുന്നതാണ് ബാക്കിലെ നെക്കിൻ്റെ വിഡ്ത്ത്. അപ്പോൾ അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഞാൻ ബാക്കിലെ നെക്ക് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് ക്ലാസ് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ മാർക്ക് ചെയ്യുന്ന ഒരു മെത്തേഡ് ഏകദേശം ഒരു ഐഡിയ നന്നായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ വീണ്ടും ഇതെല്ലാം റിപ്പീറ്റ് പറയുമ്പോൾ ബോറാവും. അതുകൊണ്ടാണ് അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഈ വീഡിയോ ആണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മൾ ബിഗിനേഴ്സ് ലെവലിലൊരു സ്റ്റിച്ചിങ് ക്ലാസ് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 50 വീഡിയോയുടെ അടുത്ത് ചെയ്തിട്ടുണ്ട്. കുഞ്ഞു കുട്ടികളുടെ ഉടുപ്പ് തൊട്ടിട്ട് അത്യാവശ്യം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു പോകുന്ന കാര്യങ്ങളായിട്ടൊരു ഏകദേശം ഐഡിയ ഉണ്ടാവും കേട്ടോ. പിന്നെ ഈ ഒരു ഡ്രസ്സ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് എനിക്ക് വൈകിട്ടത്തെ പരിപാടിക്ക് ഇടാനാണ്. 7 മണിക്കാണ് ഫംഗ്ഷൻ. ഞാൻ 5 മണിക്കാണ് ഇതിരുന്ന് തയ്ക്കുന്നത് കേട്ടോ. 7 മണിയാകുമ്പോഴേക്കും എൻ്റെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് സെറ്റായിട്ടുണ്ടായിരുന്നു. ആ ലാസ്റ്റ് മിനിറ്റിൽ, അതെല്ലാവരും അങ്ങനെ തന്നെയാണല്ലോ, നമ്മൾ സ്വന്തമായിട്ട് തയ്ക്കുമ്പോൾ ലാസ്റ്റ് മിനിറ്റ് ഹരിബറി സ്റ്റിച്ചിങ് ആണ്. അങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പ്ലീറ്റ്സ് ഇടുകയാണ്. 2 ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് വെക്കുന്നുണ്ട് ഫസ്റ്റിലെ തന്നെ. അതിന് ശേഷം നമുക്കിത് യോക്കുമായിട്ട് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ യോക്കിൻ്റെ സെൻറ്റർ പോർഷൻ കാണാം, നമ്മൾ ഈ പ്ലീറ്റ്സ് ഇട്ട തുണിയുടെയും സെൻറ്റർ പോർഷൻ കാണാം. എന്നിട്ട് രണ്ടിൻ്റെയും സെൻറ്ററിൽ നിന്ന് 2 സൈഡിലേക്കായിട്ട് ജോയിൻ ചെയ്തെടുക്കുക. ഇതുപോലെ ഒന്ന് വെച്ച് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളത് അറിയാനായിട്ട് പറ്റും. സെൻറ്ററിലൊന്ന് മാർക്ക് ചെയ്യുക അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയോ ചെയ്തിട്ട് ജോയിൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഞാൻ അറ്റാച്ച് ചെയ്യാനായിട്ട് പോവാണ്. പിന്നെ ഇൻസ്റ്റയിൽ കുറേ പേര് ഓരോ വീഡിയോസായിട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, ലിങ്ക് ഷെയർ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. ചിലപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഞാൻ മെസ്സേജ് നോക്കുന്നുണ്ടാവും, പക്ഷേ വേറെ എന്തെങ്കിലും കാര്യത്തിൽ തിരക്കായിരിക്കും, ചിലപ്പോൾ ഓഫീസിലായിരിക്കും. അപ്പോൾ അതുകൊണ്ടൊക്കെ എനിക്ക് ചിലപ്പോൾ റിപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ കാണുന്നവർ ഒന്നില്ലെങ്കിൽ പ്ലേലിസ്റ്റ് ഒന്ന് നോക്കുക,
അതല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ട് കിട്ടിയില്ലെങ്കിൽ മാത്രം എന്നോട് ചോദിച്ചോളൂ കേട്ടോ. കാരണം ചോദിക്കുന്ന സമയത്ത് ചിലപ്പോൾ എനിക്ക് അയച്ചു തരാൻ പറ്റില്ല, അപ്പോൾ കണ്ടിട്ടും റിപ്ലൈ തന്നില്ല അങ്ങനെ വിചാരിക്കുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഞാനും വർക്ക് ചെയ്യാണ്, അപ്പോൾ 9 to 5 ജോബാണ്. അപ്പം അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ മെസ്സേജ് അയക്കുമ്പോൾ എനിക്ക് റിപ്ലൈ തരാൻ പറ്റില്ല. കാണാൻ പറ്റും, മെസ്സേജ് സീൻ ചെയ്യാൻ പറ്റും, പക്ഷേ റിപ്ലൈ ചെയ്യാനുള്ള ഇതുണ്ടാവില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഒട്ടും കിട്ടിയില്ലെങ്കിൽ മാത്രം ചോദിക്കുകയാണെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും, പിന്നെ ഒരു വട്ടം കണ്ടില്ലെങ്കിലും 2-3 വട്ടം മെസ്സേജ് അയച്ചോളൂ, അപ്പോൾ ഞാൻ എന്തായാലും എടുത്ത് തപ്പിത്തരാം. നമ്മളിത് ജോയിൻ ചെയ്തെടുക്കാം. പിന്നെ ഓക്കെ, ജോയിൻ ചെയ്തെടുക്കുക, അത്രേ ഉള്ളൂ. ഇനി ഇത് നമ്മൾ സ്ലീവാണ് കേട്ടോ ചെയ്യുന്നത്. സ്ലീവ് ഞാൻ സ്ലീവിൻ്റെ ഈ എൻഡിലും അതുപോലെ തന്നെ പഫ് പോലെ, ചെറിയൊരു പഫ് പോലെ വരുന്ന രീതിക്കാണ് ചെയ്തിട്ടുള്ളത്. കണ്ടോ, സ്ലീവിൻ്റെ ഈ എൻഡ് പോർഷനിൽ ഒരു 6 പ്ലീറ്റ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു ചെറിയൊരു പീസ് വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് അവിടെ ഒരു പടി വെക്കില്ലേ നമ്മൾ, അതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ഷോൾഡറുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെ ഒരു 3 പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കതൊരു ബലൂൺ സ്ലീവ് ടൈപ്പിലാണ് കിട്ടുക കേട്ടോ. അപ്പോൾ ആ ഒരു എൻഡ് പോർഷനിൽ ചെറിയ ഒരു പീസ് വെച്ചിട്ട്, ഒരു 1.5 ഇഞ്ച് 2 ഇഞ്ച് വീതിയുള്ള ഒരു പീസ് വെച്ചിട്ട് ഒരു പടി പോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 സ്ലീവും ഈ ഒരു മെത്തേഡിൽ ചെയ്തെടുക്കുക. ഞാൻ എല്ലാം സ്റ്റിച്ച് ചെയ്യുന്നത് കാണിക്കുന്നില്ല, വീഡിയോ ഭയങ്കര ലാഗാവും ചെയ്യും, ലെങ്ത്തും ആവും, കാണുന്നവർക്കും ബോറടിക്കുമല്ലോ, അതുകൊണ്ട് ഞാൻ സ്പീഡായിട്ട് കാണിക്കുന്നത്. ഇതുപോലെ ഒന്ന് മടക്കി വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ ആ ഒരു പീസ് കുഞ്ഞിതായി പോയിട്ട്, അത് കാരണം കൊണ്ട് ഞാൻ ആദ്യം ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം പിന്നെ ഒന്നും കൂടി മടക്കിയിട്ട് ഇങ്ങനെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇതുപോലെ ഞാൻ രണ്ടും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഡീറ്റെയിൽഡ് കാണിക്കുന്നില്ലെങ്കിലും ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും എന്ന് വിചാരിക്കണം. അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാണ്ടിരിക്കുക, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ വീഡിയോ കാണിക്കുന്നതിൽ എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരുത്താണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോ തൊട്ടൊരു അതിനുള്ള അപ്ഡേഷൻസ് വരുത്താം കേട്ടോ. കണ്ടോ, ഇതുപോലെ ആയിരിക്കും വരിക. ഇനി നമുക്ക് ആ ഒരു ഷോൾഡറുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ നമ്മളുടെ, അവിടെ നമുക്കിതുപോലൊരു 3 പ്ലേറ്റ് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ആ നടുക്കിലത്തെ പ്ലേറ്റ് സെൻറ്ററിൽ വരുന്ന രീതിക്ക് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 3 പ്ലേറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം ഞാൻ കുറച്ച് പ്ലേറ്റ്സൊക്കെ വെച്ച് നോക്കിയിട്ട് എത്ര എണ്ണം വെച്ചാൽ സെറ്റാവും എന്നൊക്കെ വെറുതെ നോക്കി, എന്നിട്ട് 3 ഫൈനൽ ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതൊരു പ്രോപ്പർ മെഷർമെൻറ്റിൽ ചെയ്തിട്ടുള്ളതല്ല, എപ്പോഴത്തെയും പോലെ എൻ്റെ ആയതുകൊണ്ട് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് വെട്ടി ഇഷ്ടത്തിന് സ്റ്റിച്ച് ചെയ്ത് അങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ്. 2 സ്ലീവ് ഞാൻ ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്തത് നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്യാന്നുള്ളതാണ്. ഞാനൊരു വൈറ്റ് കളർ ക്ലോത്താണ് എടുത്തിട്ടുള്ളത്, കാരണം നമ്മൾ 2 ടോപ്പിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത കാരണം കൊണ്ട് ഈ എക്സ്ട്രാ പീസസ് ഒന്നും ഉണ്ടായിരുന്നില്ല നെക്ക് ഫിനിഷ് ചെയ്യാൻ, അങ്ങനെ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാനൊരു വൈറ്റ് കളറിൽ ലൈനിങ് എടുക്കില്ലേ നമ്മൾ, ആ ഒരു ലൈനിങ്ങിൽ നിന്നാണ് ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നെക്ക് ഫിനിഷ് ചെയ്യാണ്. നമുക്ക് ക്യാൻവാസ് യൂസ് ചെയ്തിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ക്രോസ് പീസ് യൂസ് ചെയ്തിട്ട് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇത് എളുപ്പപ്പണി ആയതുകൊണ്ട് ഇങ്ങനെ ചെയ്തെടുക്കുകയാണ്. ഒരു 2 സ്റ്റിച്ചിട്ട് എടുക്കുക, എന്നിട്ട് 1/2 ഇഞ്ച് വെച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം മറച്ച് ഉൾവശത്തേക്ക് മറച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എപ്പോഴും നമ്മൾ ഈ ഒരു മെത്തേഡാണ് പറയുന്നത്, ഇതുപോലെയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞു പോയിട്ടുള്ളത്. ഐഡിയ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ ഒരു മെസ്സേജ് അയച്ചിട്ട് കഴിഞ്ഞാൽ ബാക്കി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം കേട്ടോ. ദെൻ എക്സ്ട്രാ നിൽക്കുന്നതൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കിലേക്ക് മറച്ച് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. ബാക്ക് സൈഡും ഇതുപോലെ തന്നെ ക്രോസ് പീസിലാണ് ചെയ്തെടുക്കുന്നത്. ക്രോസ് പീസ് ഈ ഒരു വൈറ്റ് പീസ് തന്നെ യൂസ് ചെയ്തിട്ട് ക്രോസ് പീസിൽ ആ റൗണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് ഞാൻ കാണിക്കുന്നില്ല. നെക്ക് 2 ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്യണം. അപ്പോൾ ഞാനൊരു ടോപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഹെമ്മിങ് ചെയ്യാൻ നേരെയുള്ളവർക്കാണെങ്കിൽ ചെയ്യാം, അപ്പോൾ കുറച്ചും കൂടി നീറ്റായിട്ട് കിട്ടും. പിന്നെ ഇതുമ്പോൾ കുറച്ചും ഇങ്ങനെ പുള്ളിയും കുത്തൊക്കെ ഉള്ളതായതുകൊണ്ട് ഇപ്പോൾ ഒരു സ്റ്റിച്ച് പോയാലും അങ്ങനെ അറിയില്ല. പ്ലെയിൻ ആയിട്ടുള്ള തുണിക്കാണെങ്കിൽ എന്തുകൊണ്ട് ഹെമ്മിങ് ചെയ്യുന്നതാണ് ബെറ്റർ. അപ്പോൾ 2 നെക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കതിലൊരു ഷോൾഡർ അറ്റാച്ച് ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോൾ ഫിനിഷിങ്ങിൽ എങ്ങനെ ഷോൾഡർ അറ്റാച്ച് ചെയ്യാം എന്നുള്ളതും നമ്മൾ പഠിച്ച് കഴിഞ്ഞിട്ടുള്ള കേസായതുകൊണ്ട് ചെയ്ത് പോവാണ് കേട്ടോ. 2 ഒന്ന് അറ്റാച്ച് ചെയ്യാൻ മെഷീൻ എന്തോ ഒരു കംപ്ലൈൻറ്റ് ഉണ്ട്, ഇങ്ങനെ നൂല് വലിഞ്ഞ് പിടിക്കുന്നൊരു സെറ്റപ്പ് ഉണ്ട്. അതെന്താണെന്നറിയില്ല, ഓയിലൊക്കെ കൊടുക്കാത്തത് കൊണ്ടാവണം. ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്, കുറേ നാളായിട്ട് ക്ലീനിങ് പരിപാടി ഇല്ല. അപ്പോൾ ഒന്ന് ഡീറ്റെയിൽഡായിട്ടൊരു ക്ലീനിങ് നടത്തണം, ഞായറാഴ്ച ആയിട്ട് വേണം എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്യാണ്. അതിന് ശേഷം ഷോൾഡർ അറ്റാച്ച് ചെയ്യുന്നതിന് ശേഷം നമുക്ക് ബാക്കിലെ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ആ ഒരു ക്രോസ് പീസ് വെച്ച് നമ്മൾ തയ്ച്ചത്, അതിനെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ഷോൾഡറിൻ്റെ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തിട്ട് മുഴുവനായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
ഇനി ഇത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൂടി പറയാം. 2 സ്ലീവും നമുക്ക് അറ്റാച്ച് ചെയ്യണം, സൈഡ് ജോയിൻ ചെയ്യണം, താഴ്ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്യണം. ഇത്രയാണ് നമുക്കിനി ഇത് ചെയ്യാനുള്ള പരിപാടികൾ. ഇത് എളുപ്പമാണ്, കുഞ്ഞൊരു ടോപ്പ് ആയതുകൊണ്ട് തന്നെ എളുപ്പമാണ്. പാലിയ കട്ടിൻ്റെ ഈ ഒരു മോഡലിൽ വലിയ ഫുൾ ടോപ്പ് ലോങ് ടോപ്പാണ് അടിപൊളി എന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റ് ഉണ്ടായിരുന്നു. എനിക്കത് എന്നിട്ട് ഇഷ്ടം. ഞാനിത് ഇങ്ങനത്തേക്ക് എനിക്ക് ഇടാൻ ഇഷ്ടമാണെങ്കിലും ഡെയിലി ഓഫീസ് വെയർ ആയിട്ടൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. ഇങ്ങനെ നോർമൽ കുർത്ത അങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. എന്നാലും എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെ ഔട്ട്ഫിറ്റ്സൊക്കെ യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഷേപ്പ് ചെയ്യുക, ഇട്ട് നോക്കുക, എന്തെങ്കിലും ഓൾട്രേഷൻസ് ഉണ്ടെങ്കിൽ വരുത്തുക. ഓൾട്രേഷൻസൊക്കെ ഉണ്ടാവാം, അതൊന്നും കുഴപ്പമില്ല, ചെയ്ത് നോക്കുക. പിന്നെ നമ്മളെ വീഡിയോസ് കണ്ടിട്ട് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫോട്ടോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. സ്റ്റിച്ചിങ് ക്ലാസ്സൊക്കെ മുഴുവനായിട്ട് കംപ്ലീറ്റ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യാട്ടോ. അപ്പോൾ ഇതിലൊരു പണി കിട്ടിയിട്ടുണ്ട്. ഇത് അവിടെ സ്ലീവിൻ്റെ അവിടെ കയറി പിടിച്ചിട്ടുണ്ട്. ഞാനിനി അതൊക്കെ ഇരുന്ന് അഴിച്ച് വീണ്ടും ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കാണ് സംഭവിക്കും, സ്വാഭാവികം, അത് കാര്യമൊക്കെ അല്ലേ. പക്ഷെ നേരത്തായതുകൊണ്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറ്റുന്നത്. അപ്പോൾ ഞാനത് ഷേപ്പും കൂടി അടിച്ച് സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആവുകയാണ്, നിങ്ങൾക്കൊരു ഐഡിയ വന്നിട്ടുണ്ട്, ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെ ആവുകയാണ്. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്തേക്കാട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. പിന്നെന്താ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. താങ്ക് യു.